ചില ആളുകളുടെ മാതാവ്, പിതാവ്, ഗുരുക്കന്മാരിവയൊക്കെ അറിയാതെ ചില ശാപവാക്കുകളൊക്കെ കുട്ടികളോട് പറയും. ശാപം ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിങ്ങനെ ഉള്ളിൽ കിടക്കും, നമ്മുടെ മനസ്സിലെപ്പോഴും അതൊരു ബുദ്ധിമുട്ടായിട്ട് കിടക്കും. അങ്ങനെ വരുമ്പോൾ അത് പെട്ടെന്ന് മാറാനായിട്ട്, അല്ലെങ്കിൽ നമ്മളുടെ കൂടുതൽ നേട്ടങ്ങൾക്കത് തടസ്സമാണെന്ന് തോന്നുമ്പോൾ 108 തവണ 2 നേരം വെച്ച് നമ്മൾ ഹനുമത് മന്ത്രം ജപിക്കുന്നത് നന്നായിരിക്കും. ഈ ഹനുമത് മന്ത്രം ജപിക്കുമ്പോൾ ബ്രഹ്മചര്യം, വ്രതാനുഷ്ഠാനം അത്യാവശ്യമാണ്. ബ്രഹ്മചര്യം നമുക്കിപ്പം വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം മത്സ്യമാംസാദികളൊക്കെ കഴിക്കാതെ ആർക്കും പറ്റില്ല. അപ്പൊ മത്സ്യമാംസാദി കഴിക്കാതിരിക്കുക, അതുപോലെ തന്നെ ബ്രഹ്മചര്യം പാലിക്കുക, അങ്ങനെയൊക്കെ ചെയ്തിട്ട് നമ്മൾ ഈ ഹനുമത് മന്ത്രം നമ്മൾ ജപിക്കുകയാണെങ്കിൽ നമ്മുടെ ശാപങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് തനിയെ മാറിക്കോളും. അപ്പോൾ ബ്രഹ്മചര്യം നിർബന്ധമാണ്, അതാണ് ഏറ്റവും പ്രധാനം. ബ്രഹ്മചര്യം ഇല്ലാതെ ജപിച്ചു കഴിഞ്ഞാൽ ഇതിന് ഫലസിദ്ധി ഇല്ല. അത് ഇതാണ്: ഓം ഹം ഹനുമതേ നമ എന്നാണ് മന്ത്രം. ഓം ഹം ഹനുമതേ നമ. അത് 108 തവണ 2 നേരവും ജപിക്കുക. വിളക്ക് കൊളുത്തി വിളക്കിന് മുന്നിലിരുന്ന് ജപിക്കുന്നത് ഉത്തമമാണ്. ബ്രഹ്മചര്യം മറക്കണ്ട, ബ്രഹ്മചര്യം നിർബന്ധമാണ്.